أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا. أما بعد. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുള്ള അൽ ജുഹനിയാണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ഇന്ന് ചർച്ച ചെയ്തതായ വിഷയം മനുഷ്യൻ എപ്പോഴും ബുദ്ധിജീവിയായി കയ്യീസായി ജീവിക്കണം എന്നതാണ്. സത്യവിശ്വാസിയാകുമ്പോൾ ബുദ്ധിജീവിയായിരിക്കണം, അഥവാ അവൻ്റെ ബുദ്ധിയെ ഏത് സമയത്തും ഉപയോഗപ്പെടുത്തണം എന്ന അർത്ഥത്തിലേക്ക്. അൽ കയ്യിസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥത്തിൽ ആരാണ് ബുദ്ധിജീവി? അവൻ്റെ നഫ്സിനെ അവൻ എപ്പോഴും വിചാരണ നടത്തിക്കൊണ്ടേയിരിക്കും. മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അവൻ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ നേരെ വിപരീതം വൽ ആജിസു, ശേഷി കെട്ടവൻ ആരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹിൽ അമാനി. ദേഹ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട്, ശഹ്വത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അതെല്ലാം വേണ്ടതുപോലെ ചെയ്ത്, തെറ്റോ ശരിയോ എന്നോ നോക്കാതെ ചെയ്തു കൂട്ടി, എന്നിട്ട് അള്ളാഹുവിൽ നിന്നിട്ട് അള്ളാഹ് ഗഫൂറല്ലേ, അള്ളാഹ് റഹീമല്ലേ, അള്ളാഹ് പൊറുത്തു തരൂലേ എന്ന് മേലെണ്ണം കൊതി പഴയ ഭാഷയിൽ ആഗ്രഹം വെച്ച് ജീവിക്കുക. അവനാണ് ആജിസ്, കഴിവ് കെട്ടവൻ, ശേഷി കെട്ടവൻ അവനാണ്. അതുകൊണ്ട് ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസിബു, ഉമറുൽ ഖത്താബിന്റെ വാക്കാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിചാരണ നടത്തുക, വിചാരണ നടത്തപ്പെടുന്ന ദിവസം എത്തുന്നതിന് മുമ്പായിട്ട്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജ കഅന്നമാ യസ്അദു ഫിസ് സമാ കദാലിക യജ്അലുല്ലാഹു الرجس على الذين لا يؤمنون. മൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു ഒരു മനുഷ്യനെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ ഹൃദയത്തെ വിശാലപ്പെടുത്തി ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കും. ഇസ്ലാമിലേക്ക് അവൻ്റെ ഹൃദയത്തെ ആകർഷിപ്പിക്കുന്നതാക്കി മാറ്റും. പ്രസന്നതയുള്ളതായ ഹൃദയം, പ്രസന്നതയുള്ളതായ മുഖം, ദീനിനെ കുറിച്ച് പഠിക്കണമെന്ന ഉദ്ദേശം, സത്യം മനസ്സിലാക്കണമെന്ന ഉദ്ദേശം. യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ഇസ്ലാം പഠിക്കണം, ഇസ്ലാം ഗ്രഹിക്കണം, ഇസ്ലാം മനസ്സിലാക്കണം, ഇസ്ലാം ഉൾക്കൊള്ളണം എന്ന തത്വത്തിലേക്ക് അവൻ്റെ ഹൃദയത്തിനെ എത്തിപ്പിക്കും. അതാണ് അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാകുന്നത്. അതാണ് അങ്ങനെയുള്ള രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കൽ അവൻ്റെ പതിവാണ്. വമൻ യുരിദ് അൻ യുദില്ലഹു, ഇനി ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാൽ യജ്അൽ സദ്റഹു ളയ്യിഖ, അവൻ്റെ ഹൃദയത്തെ കുടുസായ ഹൃദയമാക്കി മാറ്റും, ഇടുങ്ങിയ ഹൃദയമാക്കി മാറ്റും. ളയ്യിഖൻ ഹർജൻ കഅന്നമാ യസ്അദു ഫിസ് സമാ, ആകാശത്തിലേക്ക് കയറിപ്പോകുന്നവന്റെ ഹൃദയം പോലെ. ആകാശത്തിലേക്ക് കയറിപ്പോകുന്ന സന്ദർഭത്തിൽ ഓക്സിജൻ മീതെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവൻ എന്ത് സംഭവിക്കും? അവന് ശ്വാസം കിട്ടുകയില്ല, ശ്വാസം കഴിക്കാൻ സാധിക്കുന്നതല്ല, ഇടുങ്ങുന്നതായിരിക്കും അവന്റെ ശ്വാസം. എന്നതുപോലെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി പഴപ്പിക്കാൻ തീരുമാനിച്ചവന്റെ ഹൃദയം. കദാലിക യജ്അലുല്ലാഹു الرجس على الذين لا يؤمنون. സത്യവിശ്വാസികളല്ലാത്ത സത്യനിഷേധികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് അവരുടെ ആ പഴച്ചതായ ചിന്താഗതി, ആ പഴച്ചതായ റൂട്ടിനെ അവർ കൈകൊണ്ടത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റിജിസിനെ ഉണ്ടാക്കി കൊടുക്കുക എന്ന്. അതെ, അപ്പോൾ മനുഷ്യൻ ചോദിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, ഹൃദയത്തിന് ശറഹ് നൽകപ്പെടുന്ന വ്യക്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലേക്ക് നയിക്കാൻ വേണ്ടി തീരുമാനിച്ച വ്യക്തി എന്ന് വിശുദ്ധ ഫുർഖാനുൽ അളീമിൽ അല്ലാഹുവിന്റെ ആയത്ത് റസൂലുള്ളാഹി ഓതിയപ്പോൾ അതിന് വല്ല അടയാളമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകുകയുണ്ടായി, അത്തജാഫി മിൻ ദാരിൽ ഖുറൂർ. നമ്മുടെ ഈ ഭൗതിക ജീവിതത്തോടുള്ളതായ വിട്ടുനിൽക്കലും അകന്നു നിൽക്കലും വെറുത്തു നിൽക്കലും അത് തന്നെ അതിന്റെ അടയാളമാണ്. അതിനോട് കൂടുതൽ ആവശ്യമില്ലാത്ത അമിതമായ ബന്ധമുണ്ടാവുക എന്നത്
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക്, ഹൃദയത്തെ വിശാലതയുള്ളതായ ഹൃദയമാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചതായ ആ ഇനത്തിൽ അവന് പെടുന്നതല്ല. എപ്പോൾ ദുനിയാവുമായുള്ളതായ ടച്ചിന് ആവശ്യമില്ലാതെ അമിതമായി അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴും ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഹ് സദ്ർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ദാറുൽ ഖുലൂദിലേക്ക് അവൻ മടങ്ങാൻ ആരംഭിക്കും. ദാറുൽ ഖുലൂദ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി താമസിക്കുന്ന ലോകത്തിലേക്കായിരിക്കും അവൻ ഏത് സമയത്ത് ഒരുങ്ങുക. അവന്റെ കോലം കണ്ടാൽ, അവന്റെ പ്രവർത്തനം കണ്ടാൽ, അവന്റെ ജീവിതശൈലി കണ്ടാൽ, അവന്റെ ടൈം പരിശോധിച്ച് നോക്കിയാൽ, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അവന്റെ ജീവിതമാസകലം ദാറുൽ ഖുലൂദിലേക്ക് ഒരുങ്ങുന്നതായിരിക്കും. അത് തെളിവാണ് എന്തിലേക്ക്? അവന്റെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ശറഹു സദ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുണ്ട് എന്നത്. അതുപോലെ തന്നെ ശറഹ് സദ്ർ നൽകിയവരുടെ ഉദാഹരണം അല്ലെങ്കിൽ അവരുടെ അടയാളം റസൂൽ പറയുന്നു, അവൻ ഏത് സമയത്തും അൽ ഇസ്തിഅദാദു ലിൽ മൗത്ത് ഖബ്ല നുസൂലിഹി, മരണം ആസന്നമാകുന്നതിന് മുമ്പ് തന്നെ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. ഏത് സമയത്തും അവൻ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരായിരിക്കും. പലർക്കും മരണത്തെക്കുറിച്ച് പറയൽ തന്നെ ഇഷ്ടമല്ല, മരണത്തെക്കുറിച്ച് സ്മരിക്കൽ തന്നെ ഇഷ്ടമല്ല. അതേ സമയത്ത് അള്ളാഹു ശറഹ് സദ്ർ നൽകിയതായ വ്യക്തികൾ അവർ ഏത് സമയത്തും മരണത്തെ ഓർത്തുകൊണ്ടേ ഇരിക്കും, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇന്ന് മക്ക ഇമാം ഓതുകയുണ്ടായി, അല്ലെങ്കിൽ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ തുടരുകയാണ് മക്ക ഇമാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും ശറഹു സദ്ർ ഹിദായത്തിലേക്ക് നൽകിയ, വിശാലത നൽകിയ അതിനുള്ള അടയാളമായിട്ട് നാം കാണുന്നതിൽ പെട്ടതാണ് മനുഷ്യൻ ഏത് സമയത്തും തൗഹീദിൽ അടിയുറച്ച് നിൽക്കണം, ആദർശം ക്ലിയറാക്കി നിൽക്കണം. അതിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോകാൻ പാടുള്ളതല്ല. അത് ക്ലിയറായി ഞാൻ എന്റെ ശൈലിയിൽ പറയാറുള്ളത് പോലെ മുത്തുപോലെ, മാണിക്യം പോലെ, പവിഴം പോലെ, അല്ല ജീവൻ പോലെ അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം എന്ന നിർബന്ധമുണ്ടായിരിക്കും ശറഹ് സദ്ർ നൽകപ്പെട്ടവന്. അത് അവന്റെ ജീവിതം നോക്കിയാൽ അറിയാം. ഏത് സമയത്തും ഖുറാഫാത്തിലും ബിദ്അത്തിലും അനാചാരത്തിലും അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ വിഭാഗത്തിന്റെ കൂട്ടത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ബിദ്അത്തായ തോന്നിവാസങ്ങളും അനാചാരങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായ വിഭാഗം ശറഹ് സദ്റിന്റെ ഇനത്തിൽപ്പെട്ടതല്ല. ശറഹ് സദ്ർ അള്ളാഹു നൽകിയ വിഭാഗം, അള്ളാഹു ഹിദായത്ത് നൽകാൻ വേണ്ടി തീരുമാനിച്ച വിഭാഗം, അവൻ ആദർശത്തെ ഏത് സമയത്തും ക്ലിയർ ആക്കിക്കൊണ്ടേ ഇരിക്കുന്ന ആളായിരിക്കും. എന്തെങ്കിലും സംഗതി വശാൽ എപ്പോഴെങ്കിലും ഒരു അപകടത്തിൽ പെട്ടുപോയാൽ, എപ്പോഴെങ്കിലും ഒരു തെറ്റിൽ വന്ന് പെട്ടുപോയാൽ ഉടനെ തന്നെ പാശ്ചാത്തപിച്ച് യഥാർത്ഥ റൂട്ടിലേക്ക് മടങ്ങിക്കൊണ്ടേ ഇരിക്കും എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ തന്നെ അവന്റെ ബന്ധം ഖുർആനിനോടായിരിക്കും ഏത് സമയത്തും, അവന്റെ ബന്ധം സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിനോടായിരിക്കും ഏത് സമയത്തും. അപ്രകാരം തന്നെ അവൻ അള്ളാഹു അവന് നൽകിയതിൽ പ്രീതിപ്പെട്ടവനായിരിക്കും. എന്ത് നൽകിയാലും എന്ത് ലഭിച്ചാലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് കൊണ്ടാണ് ലഭിച്ചത്. അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ലഭിക്കുകയില്ലായിരുന്നേനെ. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ലഭിച്ചത് അത് പഴിച്ചു പോകുന്നതല്ല, അത് സംഭവിച്ചാലേ തീരൂ, ഉണ്ടായാലേ തീരൂ, അതിൽ വെപ്രാളം ഉണ്ടാക്കിയിട്ടൊരു പ്രയോജനവുമില്ല എന്ന തത്വത്തിലേക്ക് അവൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അള്ളാഹു ചെയ്തു തരുന്നതായ എല്ലാറ്റിലും അവന് പ്രീതി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ അവൻ നിരാശപ്പെടുന്നതല്ല, ആശ മുറിഞ്ഞു പോകുന്നതല്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഹ് സദ്ർ നൽകിയതായ ഹിദായത്തിലേക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ച വിഭാഗം അവരുടെ ഹൃദയം എപ്പോഴും വിശാലമായ ഹൃദയമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന പൂതി, ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന ആഗ്രഹം അവരിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ജനങ്ങൾക്കുള്ളതായ ആവശ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾ ജനങ്ങൾക്ക് വരുന്നുവോ ഉണ്ടാകുന്നുവോ അതിനെല്ലാം അദ്ദേഹത്താൽ സാധിക്കുന്ന രൂപത്തിൽ, അദ്ദേഹത്തിലൂടെ സാധിക്കുന്ന രൂപത്തിൽ അതിന്റെ പ്രതിവിധി കണ്ടെത്താൻ വേണ്ടിയും അവർക്ക് ഇഹ്സാൻ ചെയ്യാൻ വേണ്ടിയും അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയും പാടുപെടുന്ന ആളായിരിക്കും. അവൻ കരീമായിരിക്കും, അവൻ മാന്യനായിരിക്കും, അവൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഹിദായത്ത് നൽകാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ച എന്ന ആയത്താണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മക്ക ഇമാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹ് ഹിദായത്ത് നൽകാൻ വേണ്ടി തീരുമാനിച്ച വിഭാഗം അവൻ ഒറ്റപ്പെടുന്നതല്ല. അവൻ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ, അവൻ ജീവിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥ അഹ്ലുസ്സുന്നത്തി ജമാഅത്തിന്റെ ആശയാദർശം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും മൂലാധാരമാക്കിയും കൊണ്ട് പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ അവൻ
അവൻ ജനങ്ങളോടൊപ്പം ആ രൂപത്തിൽ ജീവിക്കുന്നവരോടൊപ്പം ജീവിക്കും, ഒറ്റപ്പെടുന്നതല്ല. മനുഷ്യ ശുദ്ധ ഫിന്നാർ, ഒരാൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒറ്റ അഭിപ്രായം, മറ്റുള്ളവരിൽ ഇല്ലാത്തതായ അഭിപ്രായം പേറി നടന്നുകൊണ്ട് അവൻ ജനങ്ങൾ നട്ട് ഒറ്റപ്പെട്ട് നിൽക്കുക. സംഘടന എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു മുസ്ലിം ജനാവലി, മുസ്ലിം ജനക്കൂട്ടം, മുസ്ലിം പോകുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്ത് പോകുന്ന റൂട്ടിൽ കൂടി അവൻ ചലിക്കണം, അവരുടെ ബേക്കിൽ അണിനിരക്കണം, അവരുടെ പ്രവർത്തനം പ്രവർത്തിക്കണം, അവരുടെ ലക്ഷ്യം അവന്റെ ജീവിത ലക്ഷ്യമായി മാറണം എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ മൻ ലസിമൽ ജമാഅ, ജമാഅത്തിന് ഒരാള് ഇൽസാം നടത്തുക, അഥവാ ജമാഅത്ത് മുസ്ലിം സമൂഹത്തെ, ആ സമൂഹത്തിന്റെ ആദർശം, ആ സമൂഹത്തിന്റെ പ്രവർത്തനം, ആ സമൂഹത്തിന്റെ നീക്കം, ആ സമൂഹത്തിന്റെ ഒരുക്കം, അതിലെല്ലാം അദ്ദേഹത്തിന്റെ പങ്കുണ്ടായിരിക്കും. അവരോടൊപ്പം അവൻ ജീവിക്കുകയും ചെയ്യും. അവരോടൊപ്പം ഒറ്റപ്പെടാതെ അവൻ കൂട്ടത്തോടു കൂടി ജീവിക്കാൻ അവൻ പരിശ്രമിക്കുകയും ചെയ്യും എന്ന് മക്ക ഇമാം പ്രത്യേകം ഉണർത്തുകയുണ്ടായി. അള്ളാഹുവിന്റെ കലാം ഇവിടെ ഓതുകയുണ്ടായി. അഫമൻ ശറഹല്ലാഹു സദ്റഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ വിശാലപ്പെടുത്തിയതായ, അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കാൻ തീരുമാനിച്ചതായ വ്യക്തിയുടെ സ്വഭാവം അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കീഴിലാണ് അവൻ ചലിക്കുന്നത്. ഫഹു അലാ നൂരിൻ മിർ റബ്ബി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ഹൃദയം കടുകട്ടിയുള്ള ഹൃദയമായ വിഭാഗം, അഥവാ സത്യം ഉൾക്കൊള്ളാൻ തീരുമാനിക്കാത്ത വിഭാഗം, ഖാസിയായ ഹൃദയത്തിന്റെ വിഭാഗം, അവരുടെ സ്വഭാവം എന്താണ്? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നിട്ട് അവർ വിട്ടുനിൽക്കുന്ന ആളാണ്, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നിട്ട് അവര് വിട്ടുനിൽക്കുന്നവരാണ്. ഉലൈക ഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവിനെ സ്മരിക്കാതെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നിട്ട് വിട്ടുനിൽക്കുന്ന വിഭാഗം അവൻ യഥാർത്ഥത്തിൽ ഫീ ളലാലിൻ മുബീൻ, പ്രത്യക്ഷപ്പെട്ട വഴികളിലാണ് എന്ന് അള്ളാഹു പറയുന്നതായ ആ ആയത്തും ഇവിടെ സ്മരണീയമാണ്. ഇവിടെ മക്ക ഇമാം ഓതിയതായ ഭാഗമാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതായ മർഫൂആയ ഹദീസ് ഇവിടെ മദീന ഇമാം ഉണർത്തുകയുണ്ടായി. മനുഷ്യൻ എപ്പോഴും അവൻ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ പരലോകത്തെ സ്മരിക്കാത്ത, പരലോകത്തെ മറന്നുകൊണ്ട് ദുനിയാവിനോടുള്ളതായ കടപ്പാട്, പരലോകത്തെ മറന്നുകൊണ്ട് ദുനിയാവിനോടുള്ളതായ ബന്ധം, അതാണ് വിരോധിക്കപ്പെടുന്നത്. എന്നല്ലാതെ പരലോകത്തിനോടുള്ള ഒരുക്കത്തോടു കൂടി ദുനിയാവിൽ നമുക്ക് അള്ളാഹു അനുവദിച്ചതായ ആ ശൈലികൾ, അതിലുള്ളതായ നിഅമത്തുകൾ, അതിലുള്ളതായ ബിസിനസ്സുകൾ, അതിലുള്ളതായ സന്താനങ്ങൾ, അതിലുള്ളതായ ഭാര്യമാർ, അതിലുള്ളതായ ദുനിയാവിന്റെ അള്ളാഹു അനുഗ്രഹിച്ച നമുക്ക് ചൊരിഞ്ഞു തരുന്നതായ ആ അനുഗ്രഹങ്ങളെ തൊട്ട് ഒരിക്കലും എന്തില്ല, നാം നിരാശപ്പെടണമെന്നോ അല്ലെങ്കിൽ ഒഴിവായി നിൽക്കണമെന്നോ അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നോ ഇതിനർത്ഥമില്ല എന്നത് പ്രത്യേകം ഇന്ന് മക്ക ഇമാം സൂചിപ്പിക്കുകയുണ്ടായി. അതെ, അള്ളാഹു നിനക്ക് നൽകിയതായ ആ അനുഗ്രഹത്തിലൂടെ ദാറുൽ ആഖിറയെ നീ നേടിയെടുക്കണം. പലർക്കും പല സമ്പാദ്യമുണ്ടായിരിക്കും. ഈ ആയത്ത് വന്നത് തന്നെ ഖാറൂനിന്റെ ചരിത്രത്തിന്റെ സമാപനത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പോഴോ ഭൗതികമായി നല്ല നല്ല നേട്ടമുള്ള കോടീശ്വരന്മാരും സമ്പത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അള്ളാഹു നിനക്ക് നൽകിയതിൽ നിന്നിട്ട് പരലോകമോക്ഷത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം. അതേ സമയത്ത് ദുനിയാവിൽ നിന്നിട്ട് നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ നസീബിനെ നീ മറക്കണമെന്ന് ഖുർആൻ പറയുന്നില്ല, ഇസ്ലാം പറയുന്നില്ല. ദുനിയാവിൽ നിന്നിട്ട് നിനക്ക് കല്യാണം കഴിക്കാം, നിനക്ക് ഭദ്രമായ വീട് കെട്ടാം, നിനക്ക് ഭദ്രമായ കാശുണ്ടെങ്കിൽ വാങ്ങാം, നിനക്ക് ഇവിടെ ജീവിക്കാനുള്ള മാധ്യമങ്ങളൊക്കെ ഇസ്രാഫും തവ്ദീറും ഇല്ലാതെ ഉണ്ടാക്കാം, ഭക്ഷണവും കഴിക്കാം. അതുപോലെ തന്നെ ഭൗതികമായ എല്ലാ നേട്ടങ്ങളും അതൊന്നും ഇസ്ലാം വിരോധിക്കുന്നതല്ല, വിരോധിച്ചിട്ടില്ല. അള്ളാഹു ഖുർആനിലൂടെ വിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്ന ശൈലിയാണ് നിനക്ക് അള്ളാഹു തന്നതായ സമ്പത്തുകളിലൂടെ നിന്റെ ലക്ഷ്യം, യഥാർത്ഥ ലക്ഷ്യമുണ്ടാവേണ്ടത് പരലോക മോക്ഷമായിരിക്കേണ്ടതാണ്. അതേ സമയത്ത് നീ അതിലൂടെ തന്നെ ദുനിയാവ് സമ്പാദിക്കുന്നതിലും ദുനിയാവ് നേടിയെടുക്കുന്നതിലും ദുനിയാവിന്റെ അവകാശവും നീ മറന്നു പോകാൻ പാടുള്ളതല്ല. അള്ളാഹു നിനക്ക് അനുഗ്രഹിച്ചതുപോലെ, നിനക്ക് ഇഹ്സാൻ ചെയ്തതുപോലെ, നിന്നെ സമ്പത്തുള്ള ആളാക്കി മാറ്റിയതുപോലെ, നിന്നെ കാശുള്ള ആളാക്കി മാറ്റിയതുപോലെ ജനങ്ങൾക്കും നിന്റെ കഴിവിന്റെ പരമാവധി നീയും സഹായങ്ങളും സഹകരണങ്ങളും അവർക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നതായ അള്ളാഹുവിന്റെ കലാമ് ഇത്തരണത്തിൽ മക്ക ഇമാം പ്രത്യേകം ഉണർത്തുകയുണ്ടായി. അതുപോലെ തന്നെ വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്
വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉണർത്തുകയാണ്, നീ നിന്റെ കാശിലൂടെ ഫസാദ് വ്യാപകമാക്കരുത്. തെറ്റുകളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും അക്രമങ്ങളും അനീതികളും അതുപോലെ തന്നെ അശ്ലീലം കാണലും തോന്നിവാസം ചെയ്യലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തിക്കലും അതൊന്നും ഈ അള്ളാഹു ചെയ്തതായ അനുഗ്രഹത്തിലൂടെ നീ ചെയ്തു കൂട്ടരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫസാദ് ചെയ്യുന്നവരെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ആയത്തിന്റെ സമാപനം. അതെ, അപ്പോൾ നാം ദുനിയാവിനെ തീരെ വെടിയണമെന്നോ ദുനിയാവുമായുള്ള ബന്ധമില്ലാതെ ജീവിക്കണമെന്നോ അല്ല ഇസ്ലാം കൽപ്പിക്കുന്നത്. നമുക്ക് അല്ലാഹു അനുവദിച്ചതായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് ഹലാലായ രൂപത്തിൽ ഇസ്ലാം ഉപയോഗിക്കാൻ നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അത് ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. നിനക്കുള്ള കഴിവ്, നീ ഒരു കൃഷിക്കാരനാവലാണെങ്കിൽ നീ കൃഷിയിൽ സജീവമാവുക. അതുപോലെ തന്നെ നീ മറ്റു ബിസിനസ്സിലാണ് നിനക്ക് സജീവമാവാൻ സാധിക്കുന്നതെങ്കിൽ അതും അങ്ങനെ ചെയ്യുന്നുണ്ട്, വിരോധമില്ല. അതേ സമയത്ത് നിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ലോകമോശമായിരിക്കണം നിന്റെ ജീവിതത്തിൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അതാണ് ആഖിറത്തിലുള്ളതായ കൃഷിസ്ഥലമാണ് ദുനിയാവ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നിന്നിട്ട് നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്ന അർത്ഥത്തിലേക്ക് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു മർഫൂആയി റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ്, ഇദാ റഅയ്ത അല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയാ അലാ മആസിഹി മാ യുഹിബ്. ഒരു മനുഷ്യൻ ധാരാളം പാപങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് ആ പാപങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നീ മനസ്സിലാക്കണം, അള്ളാഹുവിനെ പരിശോധിക്കുകയാണ്. ഈ ചൂഴലിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ആർക്ക്? മത്സ്യത്തിന് എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിദ്റാജ് നടത്തുകയാണ്. എത്ര കണ്ട് ഇവൻ ആ ഭൗതിക ലക്ഷ്യത്തിലും ഭൗതിക ആഡംബരങ്ങളിലും മുഴുകുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്നല്ലാതെ അള്ളാഹ് അവനോട് ഇഷ്ടമുള്ളത് കൊണ്ട് അവന്റെ ധാരാളം സമ്പത്ത് നൽകുന്നതല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയുണ്ടായി, ഫലമ്മാ നസ്സൂ മാ ദുക്കിറൂ ബിഹി ഫതഹനാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫൈദാ ഹും മുബ്ലിസൂൻ. ഫലമ്മാ നസ്സൂ മാ ദുക്കിറൂ ബിഹി, അവരോട് അല്ലാഹു ഉണർത്തിയതായ, അവരെ അള്ളാഹു ഖുർആൻ ഉണർത്തിക്കൊണ്ടേ ഇരിക്കുന്നതായ ആ പരലോക മോക്ഷം നേടുക, അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനായി ജീവിക്കുക, ഹിദായത്തിൽ അടിയുറച്ച് ജീവിക്കുക, സത്യം മനസ്സിലാക്കാൻ വേണ്ടി ജീവിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ അവർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവകളെ മറന്ന് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഫതഹനാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, ഭൗതികമായ സർവ്വ നേട്ടങ്ങൾക്കുള്ളതായ കവാടം ഞാൻ അവർക്ക് തുറന്നുകൊടുത്തു. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ടതായ ആ അനുഗ്രഹങ്ങളിൽ അവർ മുഴുകി അവരിൽ അമിതമായി അവർ ആഹ്ലാദിക്കാൻ ആരംഭിച്ച സന്ദർഭത്തിൽ അഖദ്നാഹും ബഗ്തതൻ, പലരെയും അല്ലാഹു അങ്ങനെ കാട്ടിയിട്ടുണ്ട്. അവരിലേക്കാണ് സൂചന. ഫഅഖദ്നാഹും ബഗ്തതൻ, പെട്ടെന്ന് നാം അവരെ പിടികൂടി ശിക്ഷിച്ചു. ഫൈദാഹും മുബ്ലിസൂൻ, അപ്പോഴാണ് അവര് യായിസീങ്ങളായി താനീത്യങ്ങളായി നിരാശരായി മാറുന്നത് അപകടം കാണുന്ന സന്ദർഭത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരികയുണ്ടായി, പറയുകയുണ്ടായി, ഇശ് മാ ശിഅത ഫഇന്നക മയ്യിത്. മുഹമ്മദേ, യാ മുഹമ്മദ്, ഏ റസൂലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ജിബ്രീൽ പറയുകയാണ്, ഇശ് മാ ശിഅത, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ജീവിച്ചോ, ഫഇന്നക മയ്യിത്, എത്ര ജീവിച്ചാലും നിങ്ങൾ മരിക്കേണ്ടവരാണ്, നിങ്ങൾ മരണപ്പെടേണ്ടവരാണ്. വഅഹ്ബിബ് മാ ശിഅത, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നിട്ട് ഇഷ്ടപ്പെട്ടോ, ഫഇന്നക മുഫാരിഖു, നിങ്ങൾ അതിനോടെല്ലാം വിട വാങ്ങാൻ പോകുന്നവരാണ്. വഅമൽ മാ ശിഅത, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചോ, ഫഇന്നക മജ്സിയ്യുൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെല്ലാം പ്രതിഫലം ലഭിക്കുന്നതും ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞതായ ഭാഗത്തെ ഇന്ന് മക്ക ഇമാമ് അദ്ദേഹത്തിന്റെ ഖുത്ബയുടെ സമാപനത്തിൽ ഓതുകയുണ്ടായി. ഖുത്ബയുടെ സമാപനത്തിൽ മക്ക ഇമാം ഉണർത്തിയതായ ഭാഗമാണ്, ഇന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ. ഒരു മനുഷ്യന്റെ ബഹുമതിയും ബഹുമാനവും സ്റ്റാൻഡേർഡും മനസ്സിലാക്കാൻ സാധിക്കൽ, സത്യവിശ്വാസിയാണ് ഇദ്ദേഹം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം, മഹാവ്യക്തിത്വമാണ് ഇദ്ദേഹം എന്നൊരാളെ കുറിച്ച് തീരുമാനിക്കൽ അദ്ദേഹം രാത്രി നിന്ന് നമസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്നാണ്. അതുപോലെ തന്നെ വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്, അവൻ മാന്യനായി നാം പരിഗണിക്കേണ്ടത് ജനങ്ങളിൽ നിന്നിട്ട് അവൻ വെടിഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലാണ്. അഥവാ ജനങ്ങളുടെ കാശ് അവൻ ആഗ്രഹിക്കാതെ, ജനങ്ങളോട് അവൻ ആവശ്യപ്പെടാതെ, അവൻ ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കൽ. അപ്പോഴാണ് അവൻ മറ്റുള്ളവരിൽ
ആഗ്രഹിക്കുന്ന ആളല്ല, മറ്റുള്ളവരിൽ മോഹിക്കുന്ന ആളല്ല, മറ്റുള്ളവരുടെ സമ്പത്തിൽ മോഹിക്കുന്ന ആളല്ല. മറിച്ച് അവൻ കിട്ടിയത് കൊണ്ട് അവൻ പ്രീതി അടയും, അവന് ലഭിച്ചത് കൊണ്ട് അതിൽ അവൻ പ്രീതി അടയും, അവനെ ഇറക്കാൻ നിൽക്കുന്നതും അല്ല എന്ന അർത്ഥത്തിലേക്ക്. അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതം അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ ജീവിതം, അവന്റെ കാര്യം മുഴുവനും അവന് നന്മ തന്നെയാണ്. സത്യവിശ്വാസിയെ കുറിച്ച് റസൂൽ പറഞ്ഞതായ സഹിഹ ഹദീസിൽ വന്ന, ബുഖാരിയിലുള്ളതായ ആ ഹദീസ് ഇന്ന് മക്ക ഇമാം ഓതിയതിൽ പെട്ടതാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. ഇൻ അസാബത്തുഹു ളറാഉ സബർ ഫകാന ഖൈറൻ ലഹു, അവന് വല്ല പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ അവൻ ക്ഷമ കൈകൊള്ളുന്നതാണ്, അതുകൊണ്ട് അവന് നന്മയാണ് ലഭിക്കുന്നത്. അവന് സന്തോഷിക്കേണ്ടതായ കാര്യങ്ങളാണ് അവന് ലഭിക്കുന്നതെങ്കിൽ അവൻ നന്ദി പ്രകടിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അവന്റെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളും, അതേ സമയത്ത് അവന് തിന്മ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, പരീക്ഷണം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവൻ ക്ഷമ കൈക്കൊള്ളുന്ന ആളുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഇത് മുഅ്മിന് മാത്രമുള്ള പ്രത്യേകതയാണ്, മറ്റുള്ളവർക്ക് അതില്ലല്ലോ. നിരീശ്വരവാദി, നിർമ്മതവാദി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത, മതം പൊട്ടി ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ സന്തോഷവും ഉണ്ടായിരിക്കും, ദുഃഖവും ഉണ്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് സന്തോഷമുണ്ടാകുമ്പോൾ ആർക്കാണ് നന്ദി പ്രകടിപ്പിക്കുക? ദുഃഖമുണ്ടാകുമ്പോൾ എന്തിനു വേണ്ടിയാണ് ക്ഷമ കൈകൊള്ളുക? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രത്യേകത ലഭിക്കുന്നതല്ലേ, സത്യവിശ്വാസിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. സത്യവിശ്വാസിക്ക് അവൻ പ്രയാസപ്പെട്ടാലും നന്മ, അവന് സന്തോഷം കിട്ടിയാലും നന്മ, ഏത് രൂപത്തിൽ പരിശോധിച്ചാലും അവന് നന്മ തന്നെ എന്നർത്ഥം. ഇന്ന് ഡോക്ടർ അബ്ദുല്ലാഹിൽ ബൈജാൻ മദീനയിൽ സംസാരിച്ച വിഷയം രാത്രി പകലിന്റെ ചേഞ്ചുകൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട പാഠങ്ങൾ എന്നതാണ്. ഇഖ്തിലാഫുൽ ലൈലി വന്നഹാരി വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദ് ലആയാതിൻ ലിഖൗമിൻ യത്തഖൂൻ. ഇവിടെയുള്ളതായ ഈ ചേഞ്ചുകൾ, രാത്രി പകൽ, പകൽ രാത്രി ആയിക്കൊണ്ടേ ഇരിക്കുക എന്ന ചേഞ്ചുകൾ, അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതിലൂടെ തഖ്വയുള്ള ആള് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിലേക്ക് അവൻ മടങ്ങാൻ അവൻ അത് സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് ഭൂമിയെ സൃഷ്ടിച്ചത് 6 ദിവസത്തിലൂടെയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിൽ 7ാമത്തെ ദിവസത്തിൽ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയുണ്ടായി. ആ 7ാമത്തെ ദിവസം അത് യൗമുൽ ജുമഅയായിരുന്നു, അഥവാ നാം ഇപ്പോൾ ഉൾക്കൊള്ളുന്ന വെള്ളിയാഴ്ച ദിവസമായിരുന്നു 7ാമത്തെ ദിവസം. അള്ളാഹു പറയുന്നു, സുമ്മസ്തവാ ഇലസ് സമാഇ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച രൂപത്തെക്കുറിച്ച് ആകാശത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിവാ ആയതിന്റെ ശേഷം ആ ആകാശമാണെങ്കിൽ അത് മുഴുവനും ഒരു പുക പോലെയാണ്. ഫഖാല ലഹ, അള്ളാഹു ആകാശത്തോട് പറഞ്ഞു, വലിൽ അർദി, ഭൂമിയോട് പറഞ്ഞു, ഇതിയാ തൗഅൻ ഔ കർഹ, ഞാൻ പറയും പോലെ, ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നീ ആയി മാറുക. നീ ഉദ്ദേശിച്ചാലും, നീ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിന്റെ ഇഷ്ടമല്ല, ഞാൻ പറയും പോലെ അങ്ങോട്ടായി മാറുക. അങ്ങനെ അള്ളാഹു ആവാൻ ഉദ്ദേശിച്ചതുപോലെ ഫഖാലതാ അതൈനാ തൈഈൻ, അപ്പോൾ ആകാശവും ഭൂമിയും പറയുകയുണ്ടായി, നിനക്ക് അനുസരിച്ചുകൊണ്ട് നീ ഉദ്ദേശിക്കും പോലെ ഞങ്ങൾ ആവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അള്ളാഹു ആകാശത്തെ അള്ളാഹു ഉണ്ടാക്കിയെടുത്തു, അള്ളാഹു ഭൂമികളെ ഉണ്ടാക്കിയെടുത്തു, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. ഫഖദാഹുന്ന സബഅ സമാവാത്, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെയാണ് അവന്റെ വിധി അനുസരിച്ചുണ്ടാക്കിയത്. ഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹ, ഓരോ ആകാശങ്ങളിലും അള്ളാഹിന്റെ കൽപ്പനകൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. എന്നിട്ടോ വസയ്യന്ന സമാഅ ദുനിയാ ബിമസാബിഹ, എന്നാൽ ഭൂമിയോട് തൊട്ടു നിൽക്കുന്നതായ ആകാശത്തെ ഭംഗിയുള്ളതായ നക്ഷത്രങ്ങളുള്ളതായ ആകാശമാക്കി മാറ്റുകയും ചെയ്തു. ആ നക്ഷത്രങ്ങളിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നതായ ഒരു ലക്ഷ്യമാണ് എന്ത്? പിശാചികൾ ആകാശത്തിലേക്ക് കയറാതിരിക്കുവാനും വഹി കട്ടെടുക്കാതിരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പിശാചികൾക്ക് അറിയുന്നതാക്കി മാറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ വഹിഫ്ളൻ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അള്ളാഹു ആകാശത്തിനുള്ള സംരക്ഷണമാക്കിയിട്ട് ആ നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ തഖ്ദീർ പോലെ അതിനെ സൃഷ്ടിച്ച് അതിനെ സമാപിക്കുകയും പരിപൂർണമാക്കുകയും ചെയ്യുകയുണ്ടായി. അതിൽ യൗമുൽ ജുമുഅ എന്ന ഈ ദിവസം അള്ളാഹു സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഒരാഴ്ചയിൽ. 7 ദിവസത്തിൽ ഉത്തമമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഈ ദിവസത്തിലാണ്. ഈ ദിവസത്തിൽ തന്നെയാണ് ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കടത്തിയതും സ്വർഗത്തിൽ നിന്നിട്ട് പുറത്താക്കിയതും. ഇതെല്ലാം വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെയായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ
വെള്ളിയാഴ്ച ദിവസമാണ് അവസാനം ഖിയാമത്ത് നാൾ അടുക്കുക എന്നതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ മനുഷ്യന്മാരല്ലാത്ത ജിന്നുകളല്ലാത്ത സർവ്വ ജന്തുക്കളും ഭയപ്പെടലാണ്. മനുഷ്യന്മാർക്ക് അപകടം വരുന്ന സമയമായോ, ജിന്നുകൾക്ക് അപകടം വരുന്ന ദിവസമായോ എന്ന് ഭയപ്പെടലായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധരായി ജീവിക്കുന്നത് കൊണ്ട് ഏത് ദിവസവും ഒരുപോലെ തന്നെ, വെള്ളിയാഴ്ച ആവട്ടെ, ശനിയാഴ്ച ആവട്ടെ, ഞായറാഴ്ച ആവട്ടെ, എല്ലാം ഒരുപോലെ തന്നെയാണ്. അതിലൊന്നും നമ്മുടെ അടുക്കൽ ചേഞ്ചില്ല. അതിനെക്കുറിച്ച് ജന്തുക്കൾ വരെ ഭയപ്പെടുമെന്നാണ് വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ ഇത് ഖിയാമത്ത് നാൾ അടുക്കുന്ന ദിവസമായിരിക്കുമോ എന്ന്. ഈ ദിവസത്തിൽ അഥവാ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സഅത്തുണ്ട്. ആ സഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സഅത്ത് എന്ന് പറഞ്ഞാൽ അത് നാം ഉദ്ദേശിക്കുന്നതായ 60 മിനിറ്റ് ഉള്ളതായ സഅത്തല്ല. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖല്ലിലുഹ, വളരെ ചുരുക്ക സമയം എന്നാണ് കൈകൊണ്ട് കാണിച്ച് സഹാബാക്കൾക്ക് പഠിപ്പിച്ചത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി, അതിൽ അള്ളാഹുവിനോട് നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മനക്കെടുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നാം എത്ര കണ്ട് അതിന് മനക്കെട്ടു, ആ സമയമാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്തുള്ള പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ദിവസത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്തായ ദിവസമാണ്. എല്ലാ ദിവസവും സലാത്ത് വർദ്ധിപ്പിക്കാനും സലാത്ത് ചെല്ലാനും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന നാം എപ്പോഴും എല്ലാ ദിവസവും നാം നടപ്പാക്കേണ്ടതാണ്. അത് നമ്മുടെ നമസ്കാരത്തിൽ നാം നടപ്പാക്കി വരുന്നു. അത്തഹിയാത്തുൽ നാം റസൂലുള്ളാഹിക്ക് ഇബ്രാഹിം സലാത്ത് ചെല്ലുന്നു. അതുപോലെ ധാരാളം സമയങ്ങൾ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് ചെല്ലേണ്ടതാണ്, ചെല്ലുന്നവരാണ്. എന്നാൽ അതിൽ വെള്ളിയാഴ്ച ദിവസം കൂടുതൽ സലാത്ത് വർദ്ധിപ്പിക്കേണ്ടതാണ്. സലാത്തിൽ പരിപൂർണമായ നല്ല സലാത്ത് 7-6 രൂപത്തിൽ റസൂലുള്ളാഹിക്കുള്ളതായ സലാത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസിൽ വന്നതായ സലാത്തുകളായിരിക്കാനാണ് നാം റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലുമ്പോൾ പരിശ്രമിക്കേണ്ടത്. ഇനി ഹദീസിൽ വന്ന പദം തന്നെ അല്ലെങ്കിൽ ആ പദത്തിൽ നിന്നിട്ട് വിട്ടുപോകാതെ, അർത്ഥം നമ്മുടെ ഇഷ്ടത്തിൽ തെറ്റായ അർത്ഥങ്ങൾ വന്നു പോകാതെ, അമിതമായ മദഹ് വന്നു പോകാതെ, റസൂലുള്ളാഹിക്കുള്ളതായ ആ ബഹുമതിക്കും ബഹുമാനത്തിനും വീഴ്ച വരുത്തുന്ന രൂപത്തിലായി മാറാതെ, സലാത്തു നാരിയ, നൂരിയ, സമദിയ, ഖമരിയ എന്നൊക്കെ പറയുന്നതായ ധാരാളം സലാത്തുകൾ നമ്മുടെ നാട്ടിൽ അനിസ്ലാമിക ചിന്താഗതിക്കാരായ സൂഫിസത്തിന്റെ, അമിത സൂഫിസത്തിന്റെ ഉടമകൾ ഉണ്ടാക്കി തീർത്ത, അഥവാ ഷിയാക്കൾ ഉണ്ടാക്കി തീർത്തതായ ധാരാളം സലാത്തുകളുണ്ട്. അങ്ങനെയുള്ള സലാത്തുകളല്ല ഇവിടെ വിവക്ഷ. അങ്ങനെയുള്ള സലാത്തുകൾ നാം ചെല്ലാൻ പാടുള്ളതുമല്ല. അത് ചെല്ലിയാൽ ചിലപ്പോൾ അതിലൂടെ തെറ്റിൽ അപകടത്തിൽ പെട്ടുപോകും. അതിലൂടെ നമുക്ക് വെളുക്കാൻ തെഞ്ചി പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തിട്ട് അവസാനം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് ശിക്ഷ നേരിടേണ്ടി വരും, ശിക്ഷ ഏൽക്കേണ്ടി വരും. അത് സൂക്ഷിക്കേണ്ടതാണ്. ഏറ്റവും പരിപൂർണമായ ഉത്തമമായ രീതി അത് നാം അത്തഹിയാത്തുൽ ചെല്ലുന്നതായ സലാത്തുൽ ഇബ്രാഹിമിയാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഏതായാലും വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത എന്ന തലക്കെട്ടിൽ തന്നെ ഈ സാധുവിന് ധാരാളം ക്ലാസുകൾ പലപ്പോഴും മസ്ജിദ് അബീദറിലും ദാറുൽ ഹുദയിലൊക്കെ സംസാരിച്ച കാലഘട്ടത്തിൽ ഞാൻ സംസാരിച്ചതായ കാസറ്റുകളും മറ്റും യൂട്യൂബിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ വിഷയം വെള്ളിയാഴ്ച ദിവസത്തിന്റെ എല്ലാ പ്രത്യേകതകളും പറയലല്ല, ഇന്ന് മദീന ഇമാം പറഞ്ഞതായ ചില ഭാഗങ്ങൾ മാത്രം നാം തൊട്ട് സംസാരിക്കുന്നു എന്നതേ ഉള്ളൂ. അതിൽ പെട്ടതാണ് രാവിലെ കഴിവിന്റെ പരമാവധി പെട്ടെന്ന് പള്ളിയിലേക്ക് ചെല്ലണം. പലരും പള്ളിയിലേക്ക് ചെല്ലൽ ഇമാം ഖുതുബ ഓതാൻ ആരംഭിക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പോഴോ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ളുഹ്ർ നമസ്കാരത്തിന്റെ 4 റക്അത്തിനെ 2 റക്അത്താക്കി മാറ്റി 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ട് 2 റക്അത്തിന്റെ സ്ഥാനത്ത്, മറ്റു 2 റക്അത്തിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ ദിക്ർ അഥവാ ഖുതുബ, അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്, സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്ത്, അതൊക്കെ സ്മരിക്കാൻ വേണ്ടിയുള്ള ഖുതുബ കേൾക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിച്ചത് തന്നെ. നിങ്ങൾ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, നിങ്ങൾ ബിസിനസ് ഒക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ ദിക്ർ കേൾക്കാൻ വേണ്ടി പോകണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അങ്ങനെയുള്ളതായ ആ കൽപ്പന വരെ ഫിറ്റാക്കി
ഒഴിവാക്കാതെ ഖുതുബ വരെ ഉപേക്ഷിച്ച് ഒരു നിസ്കാരത്തിന് വേണ്ടി മാത്രം എത്തുന്നവരുണ്ട്. എത്രത്തോളം ചോദ്യം ധാരാളം വരാറുണ്ട്. ഒരു റക്അത്താണ് കിട്ടിയതെങ്കിൽ ജുമുഅ കിട്ടുമോ? അത്തഹിയാത്തുമാണ് ജുമുഅയിൽ കിട്ടിയതെങ്കിൽ ജുമുഅ കിട്ടുമോ? അല്ലെങ്കിൽ ളുഹ്ർ നിസ്കരിക്കണമോ? അതിന്റെ അർത്ഥം പള്ളിയിലേക്ക് വരുന്നത് താമസിച്ചിട്ടാണ് എന്നർത്ഥം. അപ്പോൾ തുടക്കത്തിലെ രാവിലെ തന്നെ ഒരുങ്ങുക എന്ന സലഫ് സാലിഹീങ്ങളുടെ രീതി ശൈലി നാം ഒഴിവാക്കിയത് കൊണ്ടാണ് അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകുന്നത്. അതിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. ആദ്യത്തെ ഖുതുബയിൽ അഥവാ മക്ക ഇമാം ഓതിയതായ ഖുതുബയിൽ പറഞ്ഞതുപോലെ ശർഹുസ് സദ്ർ നൽകപ്പെട്ടവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. എവിടെയെല്ലാം നന്മയുണ്ട്, എപ്പോഴെല്ലാം നന്മയുടെ സമയമുണ്ട്, ഏതെല്ലാം സീസണിൽ നന്മ ചെയ്യാൻ സാധിക്കും, അതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവകൾ ചെയ്യാൻ വേണ്ടി പാടുപെട്ടുകൊണ്ട് ഇരിക്കുക എന്നത്. അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ചയിൽ ചെയ്യേണ്ടതായ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അള്ളാഹു നൽകട്ടെ. അതുപോലെ തന്നെ സന്താനങ്ങൾ ഇല്ലാത്തവർക്കും ഉള്ളവർക്കൊക്കെ സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മൾ നിട്ട് മരണപ്പെട്ടു പോയവർക്കും എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളോട് മരണപ്പെട്ടവർക്ക് വേണ്ടി മാഫി ചോദിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചവരുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം നാം സദാ മദീനയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുവെ അവരുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കി മാറ്റുകയും അവരോടൊപ്പം ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന രക്ഷിതാവേ. അപ്രകാരം തന്നെ രോഗികളായിട്ട് ഹോസ്പിറ്റലിലും വീടിലും പലയിടങ്ങളിലും കഴിഞ്ഞു കൂട്ടുന്നവരുണ്ട്. അവരുടെ എല്ലാം രോഗങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തുകയും പരിപൂർണ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അവർക്കും നമുക്കുമെല്ലാം അള്ളാഹുവിന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാനും സേവിക്കുവാനും ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും ഇഖ്ലാസും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.